നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം ചോറിനൊപ്പം നല്ലൊരു ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ് എഗ് മാംഗോ കറി. തൃശ്ശൂർ സ്റ്റൈൽ എഗ് മാംഗോ കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. പോകാം റെസിപ്പിയിലോട്ട്. കറി തയ്യാറാക്കാനായിട്ട് പാനിൽ 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു മീഡിയം സൈസ് ഇഞ്ചി ചതച്ചതും എരിവിനായിട്ട് 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവോള നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. കുറച്ചധികം കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് സവോളയെല്ലാം നന്നായി ഒന്ന് ട്രാൻസ്പെറന്റ് ആയിട്ട് വരുന്നവരൊന്ന് വഴറ്റി കൊടുക്കാം. സവോളയെല്ലാം ആവശ്യത്തിനൂടെ വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കറിയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ പൊടികളുടെ റോ ടേസ്റ്റ് മാറി വരുന്നവരൊന്ന് ഫ്ലെയിം കുറച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പൊടികളെല്ലാം ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് തേങ്ങയുടെ 2ാം പാല് 2.25 കപ്പ് പിഴിഞ്ഞെടുത്തത് ഒഴിച്ചു കൊടുക്കാം. പാലൊഴിച്ചതിന് ശേഷം ഫ്ലെയിം അല്പം ഒന്ന് കൂട്ടി കൊടുക്കാം. നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. 2ാം പാല് ചേർത്തതിന് ശേഷം കറി ഇവിടെ നന്നായി ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് പുളിക്ക് ആവശ്യമായ മാങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനൊരു ചെറിയ മാങ്ങ തൊലി കളഞ്ഞതിന് ശേഷം നീളത്തിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. മാങ്ങ എടുക്കുമ്പോൾ എപ്പോഴും മാങ്ങയുടെ പുളി അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. മാങ്ങ ചേർത്തതിന് ശേഷം ഫ്ലെയിം ലോ ടു മീഡിയത്തിനിടയിലിട്ടിട്ട് മാങ്ങയൊക്കെ നന്നായി ഒന്ന് കുക്കായി ചാറൊക്കെ ഒന്ന് കുറുകി വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക. കറി ഇവിടെ എണ്ണയൊക്കെ തെളിഞ്ഞ് കുറുകി വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങയുടെ 1ാം പാല് ചേർത്ത് കൊടുക്കാം. 3/4 കപ്പ് കട്ടിത്തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം അല്പം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കുക. താളിപ്പ് തയ്യാറാക്കാനായിട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 15 ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ചെറിയുള്ളിയൊക്കെ ഒരു ഗോൾഡൻ കളർ ആവണ വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ചെറിയുള്ളി നമ്മൾ കറിയിൽ ചേർക്കുമ്പോഴാണ് കറിക്ക് പ്രത്യേക ഒരു സ്വാദ് ഉണ്ടാവുക. അതുകൊണ്ട് ഉള്ളിയുടെ എണ്ണം കുറച്ചധികം എടുക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. കറിയിലോട്ട് താളിപ്പ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുള്ള മുട്ട നടുകെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. കറിയിൽ നല്ലപോലെ ഒന്ന് മുട്ട ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ എഗ് മാംഗോ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഊണ് കഴിക്കാനായിട്ട് മറ്റൊരു കറിയുടെ ആവശ്യമില്ല. ഈ ഒരൊറ്റ കറി ഉണ്ടെങ്കിൽ. അപ്പം എല്ലാവരും എഗ് മാംഗോ കറിയുടെ റെസിപ്പി ഇഷ്ടമായെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. വീണ്ടും മറ്റൊരു കിടലൻ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്